കാണിക്കാതെ കണ്ടിന്യൂ ചെയ്താൽ മതി. വൺസ് ഇപ്പം റിപ്ലൈ പറയാൻ പോയാൽ റെഗുലറായിട്ട് വന്ന് ശല്യം വന്നുകൊണ്ടിരിക്കും. ഔട്ടിങ് വീഡിയോ ഇടൂ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമാണല്ലോ. അതുപോലെ മാക്സിമം 30 മിനിറ്റ്സിന് മുകളിലും ചെയ്യാണ്ട കേട്ടോ. ഇപ്പോൾ ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്ലോഡ് ആകുന്നുണ്ടോ. ഒരു 30 to 35 മിനിറ്റ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വൈൻഡപ്പ് ചെയ്തോളൂ. അപ്പം ഇനി എല്ലാവരും പെർമിഷനൊക്കെ കിട്ടിയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിനൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ആ 30 മിനിറ്റ്സ് മാക്സിമം 35 മിനിറ്റ്സ് കീപ്പ് ചെയ്താൽ അതങ്ങ് നിർത്തിക്കോളൂ. ഒരു ദിവസം അത്രയും ചെയ്താൽ മതി. വെറുതെ വരുവാണെങ്കിൽ ഈ ശല്യങ്ങൾ ആ ഒരു കുഴപ്പമുണ്ട് ലൈവിന്. ഈ ഒരുപാട് ന്യൂസൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് കയറി വരും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്സ്ക്രൈബർ ഓൺലി അത് ഈ ഓപ്ഷൻ വന്നിട്ട് റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ലൈവിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവരെയും അറിയാമല്ലോ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഹായ് മ്യൂസിക് ആൻഡ് ലിറിക്സ്, ഞാനത് കാണാറുണ്ട്, നല്ല കണ്ടൻറ്റാണ്. അപ്പോൾ തിരിച്ച് ഇവിടെ ഉള്ളവരെയൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യൂ. ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ നിന്നാന്ന് തോന്നുന്നു ഞാൻ കാണാറുണ്ട്, നല്ല കണ്ടൻറ്റ് വീഡിയോസൊക്കെയാണ്. ഇതിൽ നിന്ന് ഞാൻ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് ചെയ്യാം ലൈവ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഡെയിലി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 5 മണിക്കാന്ന് വെച്ചാൽ ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു കൺഫ്യൂഷനില്ല. 5 മണിക്കാണെങ്കിൽ ഞാനും വരാൻ ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ നോർമലി വന്ന് പിന്നെ കഴിക്കുമ്പോഴേക്കും അതൊരു 5 മണിയെങ്കിലും ആകും. അതുകൊണ്ടാണ് ഒരു 5:30 to 6 ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഹിമ. പക്ഷെ അതിനുവേണ്ടി എനിക്ക് വേണ്ടി സമയം മാറ്റണ്ട. ഞാൻ തീർച്ചയായിട്ടും പറയാം. ആഹാ, ഫോൺ വാങ്ങിയല്ലേ, അതായിരുന്നു ഡൗട്ട് ചോദിച്ചിരുന്നത്. വേറെ ഫോൺ വാങ്ങിയാൽ യൂട്യൂബിൽ കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നോ എന്നൊരു സംശയം എനിക്ക്. പുതിയ ഫോൺ വാങ്ങിയല്ലേ, നന്നായി. അപ്പോൾ അതിലൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി എടുക്കുക. അതെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫോണിൽ നിന്ന് വേണമെങ്കിലും നമ്മളുടെ ചാനലിൽ ഒട്ട് പോകാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിയുന്നതും ഒരു ഫിക്സഡ് ഫോണിൽ നിന്ന് എപ്പോഴും പോകുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ യൂട്യൂബിൽ അത് സ്റ്റോർ ആയിരിക്കും നമ്മുടെ ഡിവൈസിൻ്റെ ID ഒക്കെ. അതൊന്നുമില്ല, യൂട്യൂബിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എന്ത് മെയിൽ ID ആണോ യൂട്യൂബിന് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ആ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്ത് പോയാൽ മതി, അത്രയേ ഉള്ളൂ. അതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോയും ഡൗൺലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ക്രോമിൽ നിന്ന് പോയാലും ഇപ്പോൾ ഒരു Gmail ID നിന്നല്ലേ നമ്മളെല്ലാവരും യൂട്യൂബ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. ചാനലിൻ്റെ ഏത് ഇമെയിൽ അക്കൗണ്ടാണോ ആ ഇമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് അങ്ങ് കയറാനുള്ളതേ ഉള്ളൂ. എളുപ്പമാണ് ചെയ്യാൻ, ഒന്ന് ശ്രമിച്ച് നോക്കാം. അതിൽ ഒരു കഷ്ടവും ഇല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് യൂട്യൂബിൻ്റെ ഒക്കെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ടോ ഫോണിലൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പ്, വെറും യൂട്യൂബിൻ്റെ ആപ്പ്, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് Gmail ID വെച്ചിട്ട് ലോഗിൻ ചെയ്ത് പോയാൽ മതി. ഇന്നലെ എഡിറ്റിംഗ് ആപ്പ് യൂട്യൂബിലുണ്ടല്ലോ. ഞാനൊക്കെ ആ യൂട്യൂബ് എഡിറ്റിംഗ് ആപ്പ് വെച്ചിട്ടാണ് ഷോർട്സൊക്കെ. ഇതിലല്ല, ഞാൻ ഇതിൽ ഷോർട്സ് ഇടാറില്ല. മെയിൻ ചാനലിൽ ഞാൻ അത് യൂട്യൂബിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് അത് വളരെ കൺവീനിയൻ്റാണ് കേട്ടോ. അത് ചെയ്ത് നോക്കൂ, ഈസിയാണ്. കുറച്ച് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും അത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും വേറൊരു ഫോൺ വെച്ചിട്ട് ഈ ലൈവ് ചെയ്യുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം. മ്യൂസിക് ആൻഡ് ലിറിക്സ് അതിൽ നിന്നും ഇത് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് അത് പതിവ് പോലെ അങ്ങ് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പം നമ്മളെല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്തവരുടെ ഇതിൽ ഓവറായിട്ട് ഇൻവോൾവ് ആവില്ല. പക്ഷെ ജാൻസി അങ്ങനെയല്ല, ഓരോന്നും അവിടെ ഇവിടെയും കമൻ്റ് ഇടുമ്പോഴൊക്കെ ആവശ്യമില്ലാത്ത പല ഇതും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ ഇതിൽ സബ് ചെയ്യേണ്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴേക്കും വേണ്ടെങ്കിൽ വിട്ടയക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. അതെന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് പേടിയാന്ന് തോന്നുന്നു എല്ലാ കാര്യത്തിനും. പിന്നെ ഗ്ലീം ഫാമിലീനെ കാണാറേ ഇല്ല, നൗഷീനെ കണ്ടില്ല. ഹിമയുടെ പൂച്ചയുടെ ഷോർട്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. പൂച്ച നല്ലോണം അഭിനയിക്കുന്നുണ്ട്. ഈ പൂച്ചേനെ വെച്ച് കുറേ വീഡിയോസോ ഷോർട്സോ ഒക്കെ എടുത്തിട്ടിടാം.